പറഞ്ഞു വന്നത്, ഇതുപോലുള്ള സിദ്ധികൾ ബാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ആണ് ONV കുറുപ്പിൻ്റെ അതിമനോഹരമായ കവിത ഞാൻ പൂർണ്ണമായും ആസ്വദിച്ചു. വേർതിരിച്ചുള്ള ലേഖനങ്ങൾ മുഴുവനും സമാഹരിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ ഇവിടെ സന്നിഹിതനായ ജസ്റ്റിസ് ഹരിഹരൻ നായരോട് വിനീതമായി അപേക്ഷിക്കട്ടെ. സ്നേഹിതന്മാരെ, ഒട്ടേറെ പറയാനുള്ള പ്രകോപനങ്ങൾ ഉണ്ട്. ജീവചരിത്രവും ആത്മകഥയും ഒക്കെ അതിമനോഹരമായ സാഹിത്യശാഖ ആയിരിക്കെ അതിൽ കുറവ് വരുന്നുണ്ടോ? കുറവ് വരുത്താൻ പാടില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികൾ ഒരു പരമ്പരയാണ് ഡോക്ടർ ജോൺസൺ എഴുതിയ ലൈവ്സ് ഓഫ് പോയറ്റ്സ്, കവികളുടെ ജീവചരിത്രങ്ങൾ. ഞാൻ ഒരു ഇംഗ്ലീഷ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കമ്പോട് വായിച്ച ഒരു പുസ്തകം. നിയമലോകത്തിനും സാധ്യമാണ് എന്ന് സൂചിപ്പിച്ചതായിരുന്നു ആദ്യകാലങ്ങളിൽ ഒരു ചീഫ് ജസ്റ്റിസ്, ഇംഗ്ലണ്ടിലെ ഒരു ചീഫ് ജസ്റ്റിസ് എഴുതിയ ദ ലൈഫ്സ് ഓഫ് ചീഫ് ജസ്റ്റിസസ് എന്ന ഗ്രന്ഥം. എന്തെങ്കിലും എനിക്കും ഒരു എഴുതാൻ അവസരം കിട്ടുമോ എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. മറ്റൊരു സാഹിത്യ പ്രതിഭ ഇംഗ്ലീഷിലുണ്ടെന്ന് മനസ്സിലാക്കി. ഡെന്നിങ് പ്രഭു, ലോർഡ് ഡെന്നിങ്, ദ ഡാർലിംഗ് ഓഫ് ദ മീഡിയ എന്നാണ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം എഴുതിയ വിധിന്യായങ്ങളൊക്കെ തന്നെ ഒരു സാഹിത്യകൃതിയോട് കടപിടിക്കാവുന്നതും വെല്ലുന്നതുമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും മനോഹരമായ സാഹിത്യവും കൂടി ആണ്. 84 വയസ്സ് കഴിയുന്നവരെ ഞാൻ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഇനി എൻ്റെ സുഹൃത്തുക്കളെ കൂടെ കാണാനും എൻ്റെ കുഞ്ഞുകുട്ടികളെ, പേരക്കുട്ടികളെ ലാളിക്കാനും ആണ് ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എനിക്ക് 84 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും 12 കൊല്ലം കഴിഞ്ഞു. നിയമരംഗത്തുള്ളവർക്ക് ബാലികേറാം അല്ല എന്ന് സൂചിപ്പിക്കാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ അതിമനോഹരമായ കലാസൃഷ്ടിയാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ സൃഷ്ടിച്ചത് ഒരു വ്യക്തിയായിരുന്നു. MC ചക്രയുടെ ആത്മകഥ റോസസ് ഇൻ ഡിസംബർ മാസത്തിൽ റോസാപ്പൂക്കൾ, അതിമനോഹരമായ റോസാപ്പൂവ്, അതിശുദ്ധമായ, അതിപാവനമായ, അതിരസകരമായ അതിൻ്റെ പരിമളം. ഇത് എൻ്റെ ലോകം മുഴുവനും വായിക്കുന്ന ഒരു പുസ്തകമാണ്. ജസ്റ്റിസ് UN പാൽ, ദ ചീഫ് ജസ്റ്റിസസ് സ്റ്റോറി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം അതിപ്രസിദ്ധമാണ്. Direction, Nash Creation.